കേന്ദ്ര സർക്കാരിന് ഇനി തിരിച്ചടികളുടെ കാലം. ഇത് തുടങ്ങുന്നത് മണിപ്പൂരിൽ നിന്നാണ്. 2 വർഷത്തിലേറെയായി മണിപ്പൂരിൽ സമാധാനം നഷ്ടപ്പെട്ടിരുന്നു. കലാപാന്തരീക്ഷത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മണിപ്പൂരിലെ ജനതയെ സമാധാനിപ്പിക്കാൻ കേന്ദ്രം തയ്യാറായിരുന്നില്ല. രാജ്യത്തിലെ ഒരു സംസ്ഥാനം കത്തിയെരിയുമ്പോൾ അവിടെ ഒരു വട്ടം പോലും സന്ദർശിക്കാൻ തയ്യാറാകാതിരുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ സമയം കണ്ടെത്തുന്ന മോദിക്ക് പക്ഷേ മണിപ്പൂരിൽ സന്ദർശനം നടത്താൻ സമയമില്ല. എന്നാൽ സുപ്രീം കോടതി ഈ വിഷയം ഗൗരവമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. സുപ്രീം കോടതി ജസ്റ്റിസുമാർ മണിപ്പൂരിലേക്ക് എത്തുകയാണ്. ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് മണിപ്പൂർ സന്ദർശിക്കുന്നത്. ഈ മാസം 22-ന് നടത്തുന്ന സന്ദർശനത്തിൽ സംഘർഷബാധിത മേഖലകളിലെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലെയും സാഹചര്യം സംഘം നേരിട്ട് വിലയിരുത്തും. കലാപബാധിതർക്ക് നൽകേണ്ടുന്ന സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും തീരുമാനമുണ്ടാകും. ജസ്റ്റിസ് BR ഗവായിക്ക് പുറമെ ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, വിക്രംനാഥ്, MM സുന്ദരേഷ്, KV വിശ്വനാഥൻ, N കോടീശ്വർ എന്നിവരാണ് സംഘത്തിലുള്ള മറ്റുള്ളവർ. മണിപ്പൂരിലെ സംഘർഷത്തിൽ നിർണായക നീക്കമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മണിപ്പൂർ കലാപ കേസുകൾ നേരത്തെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചിരുന്നു. സംഘർഷം തീർക്കാൻ സർക്കാരിന് കർശന നിർദ്ദേശം കോടതി നൽകിയിരുന്നു. DGP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ കോടതി വിളിച്ചാണ് നിർദ്ദേശങ്ങൾ നൽകിയത്. പിന്നീട് ജസ്റ്റിസ് ഗീതാ മിത്തൽ അധ്യക്ഷയായ സംഘത്തെ മണിപ്പൂരിലേക്ക് അയച്ച് സുപ്രീം കോടതി സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ പരിശോധിച്ചു. ചില നിർദ്ദേശങ്ങൾ ഈ സംഘം തയ്യാറാക്കി കോടതിക്ക് നൽകുകയും ചെയ്തിരുന്നു. ജസ്റ്റിസ് ഗീതാ മിത്തലിന് കൂടുതൽ നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ ജൂലൈ വരെ സാവകാശം നൽകിയിരിക്കവെയാണ് സുപ്രീം കോടതി ജസ്റ്റിസുമാരുടെ സംഘം മണിപ്പൂരിൽ നേരിട്ടെത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലാവും ജഡ്ജിമാർ സംസ്ഥാനത്ത് എത്തുന്നത്. മണിപ്പൂരിൽ നിന്നുള്ള ജസ്റ്റിസ് NK സിംഗും സംഘത്തിലുണ്ട്. പലായനം ചെയ്തവർ തങ്ങുന്ന ക്യാമ്പിലടക്കം എത്തി ജനങ്ങളുടെ പരാതികൾ ജസ്റ്റിസുമാർ നേരിട്ട് കേൾക്കും. ഇതിനുശേഷം സുപ്രീം കോടതി എന്ത് നയം സ്വീകരിക്കുമെന്നത് കേന്ദ്ര സർക്കാരിനും പ്രധാനമാണ്. പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്താത്തത് കോൺഗ്രസും ഇന്ത്യ സഖ്യകക്ഷികളും നിരന്തരം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കിയിരുന്നു. ഈ സമയത്ത് പരമോന്നത കോടതിയിലെ ജഡ്ജിമാർ നേരിട്ടെത്തി ജനങ്ങളെ കാണാൻ തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരിനും വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്.